എല്ലാ പ്രേക്ഷകർക്കും മെഡി ട്രാക്കിലേക്ക് സ്വാഗതം. ഇന്ന് മെഡി ട്രാക്കിലെ ഗസ്റ്റ് ഡോക്ടർ അയന എം ദേവാണ്. കണ്ണൂർ ആസ്റ്റർ മിംസിലെ ജനറൽ സർജനാണ് മാഡം. മാഡം വെൽക്കം. താങ്ക് യു. മാഡം, നമുക്കിന്ന് ബ്രസ്റ്റ് ഡിസീസിനെ കുറിച്ച്, സാധാരണ സ്ത്രീകളുണ്ടാകുന്ന ബ്രസ്റ്റിൽ കാണുന്ന ഡിസീസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം ബ്രസ്റ്റ് റിലേറ്റഡ് ആയിട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല രോഗങ്ങളും ഉണ്ടാകാറുണ്ട്. സാധാരണ ഒരു ബ്രസ്റ്റിൽ കാണുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ബ്രസ്റ്റിൽ കാണുന്ന ഡിസീസസ് എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു സ്പെക്ട്രം ഓഫ് ഡിസീസസ് ഉണ്ട്. നമ്മളിപ്പോൾ ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെ രോഗങ്ങൾ വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ബ്രസ്റ്റിലും വരാവുന്ന ഒരു സാധനം തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറിയ സെബേഷ്യസ് സിസ്റ്റ് എന്നൊക്കെ പറയും. നമ്മൾ ഈ കഴുത്തിൽ അതല്ലെങ്കിൽ മുഖത്തൊക്കെ വരുന്ന ചെറിയ മുഖക്കുരു പോലത്തെ തന്നെ, എന്നാലും ചവർ നിറഞ്ഞിട്ടുള്ള ചെറിയ കുരു പോലെ, അത് ബ്രസ്റ്റിലും കാണാറുണ്ട്. അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചെറിയ നമ്മുടെ തൊലിപ്പുറമേ വരുന്ന ഒരു സാധനമാണ്. അത് ബ്രസ്റ്റിന്റെ തൊലിയിൽ വരാം, അതല്ലെങ്കിൽ മറ്റ് പല ഭാഗത്തും വരാം. അതുപോലെ നമുക്ക് ചെറിയ ലൈപ്പോമ, ഇത് ബ്രസ്റ്റിലും കാണാവുന്ന ഒരു സാധനമാണ്. പക്ഷേ നമ്മൾ ആസ് സച്ച് നമ്മൾ പറയുമ്പോൾ ബ്രസ്റ്റിനകത്ത് വരുന്ന രോഗങ്ങൾ എന്ന് പറയുമ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് ക്യാൻസർ പോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വലിയ അസുഖങ്ങളിലേക്കും മാറാവുന്ന ഒത്തിരി രോഗങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ആ എൻഡിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം പറഞ്ഞ എൻഡ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് തുടങ്ങാം. അതായത് വളരെ സിമ്പിളായിട്ട് കാണുന്ന, ഇപ്പം നമ്മൾ മുഖത്ത് കാണുന്ന പിമ്പിൾസ് എന്ന് പറയുന്ന പോലെ അതുപോലുള്ള വളരെ ചെറിയ കുരുക്കൾ ബ്രസ്റ്റിലുണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമുക്കത് ഇഗ്നോർ ചെയ്യോ, അല്ലെങ്കിൽ നമ്മൾ ചില വിഷയങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഒരു ദിവസം കാണും, അത് വിത്തിൻ 2 ഡേയ്സിൽ അത് ഇല്ലാതാവുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇപ്പം ഡോക്ടർ പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ, ക്യാൻസർ വരെ ആകാം എന്ന് പറയുന്നുള്ളൂ. ബ്രസ്റ്റിൽ കാണുന്ന അബ്നോർമലായിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മൾ യൂഷ്വലി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോവുക വേദന ഇല്ലാത്ത കാര്യങ്ങളാണ്. വേദന ഉണ്ടെങ്കിൽ നമ്മുടെ അറ്റൻഷൻ എപ്പോഴും വേദനയിലേക്കാണ്. അപ്പോൾ വേദനയുള്ള കാര്യങ്ങൾ എപ്പോഴായാലും എല്ലാവരും ശ്രദ്ധിക്കും. ചെറിയ പിള്ളേർ തൊട്ട്, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. വേദന എവിടെയുണ്ടോ അവിടത്തേക്ക് നമ്മുടെ ശ്രദ്ധ പോയിരിക്കും. വേദന ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്യും. അത് ഈ പറഞ്ഞ തടിപ്പ് പോലെ തന്നെയാണ്. ഒരു ചെറിയ മുഖക്കുരു, വേദനയുണ്ടോ? ഇല്ല. അതെന്നാ നോക്കാം. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, വലുതായി വരുമ്പോൾ നമ്മൾ സംശയിക്കും, അതെന്താ വലുതായി വരുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രശ്നങ്ങളായിട്ട് തോന്നുന്നത്. അപ്പം വേദനയില്ലാത്ത തടിപ്പുകൾ അല്ലെങ്കിൽ മുഴകൾ, അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ, ഇപ്പം വേദനയില്ലാത്ത തടിപ്പുകളോ മുഴകളോ കാണുകയാണെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ചില സമയത്ത് അത് അപ്പിയറൻസിൽ കാണും. ചിലപ്പോൾ വിത്തിൻ വീക്കോ അല്ലെങ്കിൽ വിത്തിൻ മൺ അത് ഡിസപ്പിയർ ആവും. ഡിസപ്പിയർ ചെയ്യുന്ന പോലെ ചിലപ്പോൾ ചില കേസിൽ നമ്മുടെ ബോഡിയിൽ തന്നെ വരുന്ന ചില കാര്യങ്ങൾക്ക് നമുക്കുണ്ടായ ചില ചെറിയ മുഴകൾ അല്ലെങ്കിൽ അതുപോലെ ആ ഒരു അവസ്ഥാവിശേഷം നമ്മൾ ചിലപ്പോൾ ഡിസപ്പിയർ ആയി പോകും. ഇപ്പം ബ്രസ്റ്റിൽ അങ്ങനെ വന്നിട്ട് പെയിൻലെസ് ആണ്, അത് ഒരു വീക്കിൽ കണ്ടു, ഒരു വിത്തിൻ 2 വീക്സിൽ അത് ഡിസപ്പിയർ ആയി, വീണ്ടും ആഫ്റ്റർ 1 മന്ത് വീണ്ടും അപ്പിയർ ആയി എന്ന് കരുതുക മാം. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അല്ല, ഈ പറഞ്ഞ കാര്യം സ്ത്രീകളുടെ കാര്യത്തിലാണ് കുറച്ചുകൂടെ നമുക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. കാരണം ബ്രസ്റ്റ് ആസ് സച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സ്ത്രീകളിലാണ് കൂടുതൽ ഉണ്ടാവുന്നത്. അതിന്റെ കാരണം ഹോർമോൺസ് ആണ്. ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ പോലെയുള്ള ഹോർമോൺസ് പ്രസവിക്കാനുള്ളൊരു സാധ്യത, മുലയൂട്ടാനുള്ളൊരു സാധ്യത, ഇതെല്ലാം സ്ത്രീകൾക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതും ആ ഒരു കഴിവ് സ്ത്രീകൾക്കുള്ളതും. അപ്പൊ ഈ ഒരു ഹോർമോൺസിന്റെ എഫക്റ്റിലൂടെ എല്ലാ മാസവും കടന്നു പോകുന്ന ഒരു ഓർഗനാണ് ബ്രസ്റ്റ്. സ്ത്രീ എന്ന് പറയുന്നതിനെക്കാട്ടിലും നമുക്ക് ഈ പറഞ്ഞ യൂട്രസ് ഉണ്ടാവാം, ഗർഭാശയമുണ്ട്, അണ്ടാശയമുണ്ട്, ഓവറീസ് ഉണ്ട്. ഇതുപോലെ തന്നെ ആ സെയിം സൈക്കിളിൽ കൂടെ എല്ലാ മാസവും കടന്നു പോകുന്ന ഒരു ഓർഗനാണ് ഈ ബ്രസ്റ്റ്. അപ്പൊ ഇതേ ചേഞ്ചസ് ബ്രസ്റ്റിൽ വന്നും പോയും ഇരിക്കും. അപ്പോൾ യൂഷ്വലി ബ്രസ്റ്റിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ പെയിൻലെസ് ആയിട്ടുള്ള മുഴകൾ, വേദനയില്ലാത്ത തടിപ്പുകൾ, മുഴകൾ, അത് ഞാൻ പറഞ്ഞു നിർത്തുന്നിടത്ത് തന്നെ എനിക്കൊരു ക്ലോസ് ആഡ് ചെയ്യാനുള്ളത് ഇതാണ്. ഈ ഹോർമോണൽ വ്യത്യാസം കാരണം നമ്മുടെ ബ്രസ്റ്റുകളിൽ ചെറിയ തടിപ്പുകളും മുഴകളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് യൂഷ്വലി എപ്പോഴും ആർത്തവം ആവുന്ന സമയത്ത്, അത് ആകുന്നതിനൊരു 2 ആഴ്ച മുമ്പൊക്കെ ബ്രസ്റ്റിൽ വേദന, ഒരു ഭാരക്കൂടുതൽ, അല്ലെങ്കിൽ ഒരു നീർക്കെട്ട് പോലെ, ഇതൊക്കെ അനുഭവപ്പെടുന്ന സ്ത്രീകളുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 50% കൂടുതൽ സ്ത്രീകൾക്കും ഇതൊക്കെ
പലപ്പോഴായിട്ട് അനുഭവപ്പെട്ടിട്ടുമുണ്ട്. അത് തുറന്ന് പറയുന്നുണ്ടോ, അതിന് ചികിത്സ നേടുന്നുണ്ടോ എന്നുള്ളത് അത് നമുക്കൊരു അതൊരു ഗ്രേ ഏരിയ ആണ്. അങ്ങോട്ട് നമ്മൾ അധികം പോകാത്തതാണ് നല്ലത്. അപ്പോൾ ഇതേ ചേഞ്ചസ്, അപ്പോൾ ഈ ചേഞ്ചസിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ചെറിയ നമ്മൾ ഫൈബ്രോ അഡിനോമ, ഫൈബ്രോ അഡിനോസിസ്, ഇതൊക്കെ ഹോർമോൺ വ്യത്യാസം കൊണ്ട് ബ്രസ്റ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ്. അതിനെയൊക്കെ നമ്മൾ ചെറിയൊരു അബ്നോർമാലിറ്റി, അതിനെ അസുഖം എന്ന് പറയുന്നത് ഒരു ലെവൽ കഴിയുമ്പോഴാണ്. ഞാൻ ഒന്ന് ഇന്റർഫിയർ ചെയ്യാണ്. കാരണം ഇപ്പോൾ ഹോർമോൺ വ്യതിയാനത്തിൽ വരുന്ന അസ്വാഭാവികത ബ്രസ്റ്റിൽ നിന്ന്, അത് നമുക്കിപ്പോൾ സാധാരണ ഒരു കോമൺ ഒരു ലേഡിക്ക് അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബ്രസ്റ്റിൽ വരുന്ന പെയിൻലെസ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ അത് ഡോക്ടറെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ, അതല്ല സ്വാഭാവികമായിട്ടും വരുന്നൊരു കാര്യം അങ്ങനെ ഇഗ്നോർ ചെയ്ത് പോകാൻ പറ്റുമോ? അല്ല, ഇത് നമ്മൾ അതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യൂഷ്വലി എപ്പോഴും നമ്മൾ ക്യാൻസർ എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നമുക്ക് ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ഉണ്ടോ ഇല്ലയോ. നമ്മൾ സ്ത്രീ ആണെങ്കിൽ ഉറപ്പായിട്ടും ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ഉണ്ടാവും. നമുക്ക് ബ്രസ്റ്റുകളുണ്ട്, അതിനകത്ത് ഈ ചേഞ്ചസ് എല്ലാ പ്രാവശ്യവും വരുന്നുണ്ട്. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ മാറ്റാൻ പറ്റാത്തൊരു റിസ്ക് ഫാക്ടറാണ്. നമ്മൾ സ്ത്രീ ആയിട്ട് ജനിച്ചു എന്നുള്ളത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതൊരു റിസ്ക് ഫാക്ടറാണ്. രണ്ടാമത്തേത് നമ്മുടെ ഏജ് ആണ്. വയസ്സ് കൂടിയേ പോവുള്ളൂ, അത് കുറയ്ക്കാനും നമുക്ക് പറ്റില്ല. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം സ്വാഭാവികമായിട്ട് നമ്മൾ എന്തായാലും പോകും. അപ്പൊ യൂഷ്വലി എപ്പോഴും നമ്മളൊരു 45 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേനും ഈ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്ത് തുടങ്ങാൻ പറയും. സോ ഓൺലി ആഫ്റ്റർ 45 നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റിന് വിധേയമാവുന്നുണ്ടെങ്കിൽ ആഫ്റ്റർ 45 മതി. എല്ലാ കേസിലും അല്ല, പക്ഷെ നമ്മൾ പൊതുവെ ജനറലൈസ്ഡ് ആയിട്ട് പറയാണ്. ജനറൽ പോപ്പുലേഷൻ എന്ന് പറയും. ഹൈ റിസ്ക് പോപ്പുലേഷൻ ഉണ്ട്, ജനറൽ പോപ്പുലേഷൻ ഉണ്ട്. അതായത് ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യത കൂടുതലുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ സാധാരണ റിസ്ക് മാത്രമുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ സാധാരണ റിസ്ക് മാത്രമുള്ള ആൾക്കാരുടെ അടുത്താണ് നമ്മൾ ഈ 45 വയസ്സിന് ശേഷം നിങ്ങൾ ഇതുപോലെയുള്ള സ്ക്രീനിങ് ടെസ്റ്റിന് വിധേയമാകൂ എന്ന് പറയുന്നത്. അതല്ലാത്ത ആൾക്കാരിൽ, ഹൈ റിസ്ക് ആയിട്ടുള്ള ആൾക്കാരിൽ നമ്മൾ എല്ലാ വർഷവും ഒരു ഡോക്ടറെ കണ്ട് നിങ്ങൾ നിർബന്ധമായും എക്സാമിനേഷൻ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഹൈ റിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് കാറ്റഗറിപ്പെട്ടവരാണ്? ഹൈ റിസ്കിൽ നമ്മൾ പറയുക, ഒന്ന് എന്തെങ്കിലും ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാർ, അതായത് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്നാണ് നമ്മളെപ്പോഴും പറയുക. ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛനോ അമ്മയോ ആവാം, സിബ്ലിങ്സ് ആവാം, സഹോദരങ്ങളാവാം. അതല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറയുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും അമ്മാവന്മാർ, അമ്മായിമാർ, ഇത്രയൊക്കെയാണ്. തൊട്ടടുത്ത കുടുംബാംഗങ്ങളിൽ ക്യാൻസറിന്റെ സാധ്യത ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ ആണ് ഫോക്കസ് ചെയ്യാന്നുണ്ടെങ്കിലും ഇപ്പൊ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയാൽ നമുക്ക് മനസ്സിലാവും അവർ ഏതൊക്കെ ക്യാൻസർ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്യാൻസറിന്റെ റിസ്ക് ഉള്ള ആൾക്കാരെ അത് ആദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ ഹിസ്റ്ററി എടുക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ്. എത്രത്തോളം റിസ്ക് ഈ വരുന്ന രോഗിക്ക് ഉണ്ട് എന്നുള്ളത് അസസ് ചെയ്യുന്നതാണ്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പറയുക, നിങ്ങൾ ഇച്ചിരി ഹൈ റിസ്ക് പോപ്പുലേഷനിൽ പെട്ട ആളാണ്, നിങ്ങൾ ഇത് ചെയ്യണം എന്നുള്ളത്. പക്ഷെ അത് നമുക്കൊരു ഫസ്റ്റ് എൻകൗണ്ടറിലേ വരുള്ളൂ. എന്ന് കരുതി ഈ എന്താ പറയാ എല്ലാവരും വയസ്സാവുന്നതിന് മുമ്പ് ഡോക്ടറെ വന്ന് കാണുമെന്നല്ല പറയുന്നത് നമ്മള്. മറ്റൊരു വിഷയം എന്താ ഡോക്ടറെ, ഈ സ്ക്രീനിങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇത് ഭയത്തോടെ ആശങ്കയോടെ കാണുന്ന ഒരു വിഭാഗമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ ടെൻഷൻ ഇല്ലാതെ ജീവിക്കും, ഇനി എനിക്ക് ടെൻഷൻ കിട്ടുമോ വിചാരിക്കുന്ന ആൾക്കാർ ഒരു സ്ക്രീനിങ്ങിലൂടെ എന്റെ ലൈഫിന്റെ പ്രോബ്ലം തുടങ്ങി. കാരണം പ്രോബ്ലം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രീൻ ചെയ്യാൻ പറയുന്നത്. പക്ഷെ നമ്മൾ സ്വാഭാവിക ഒരു സ്ക്രീനിങ്ങിലൂടെ പല മെഡിക്കൽ ക്യാമ്പിലൊക്കെ വന്ന സമയത്ത് ഈ ഒരു പെർട്ടിക്കുലർ ഏജിലുള്ള ലേഡീസ് സ്ക്രീനിങ്ങിന് വിധേയമാകാറില്ല. അവരിപ്പോൾ ഒരു ക്യാൻസർ നിർണയ ക്യാമ്പ് വന്നു കഴിഞ്ഞാൽ അവർ അതിന് അറ്റൻഡ് ചെയ്യില്ല. കാരണം അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ഇത്രയും കാലം റിസ്ക് ഇല്ലാതെ അല്ലെങ്കിൽ ടെൻഷൻ ഇല്ലാതെ ജീവിച്ചു, ഇനിയൊരു സ്ക്രീനിങ്ങിനോ അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന ഡയഗ്നോസിസിന് വിധേയമായിക്കാൻ നമ്മൾക്കുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഇനിയുള്ള ലൈഫ് തീർച്ചയായിട്ടും സമൂഹത്തിന്റെ തെറ്റിദ്ധാരണയാണ്. അതൊരു തെറ്റിദ്ധാരണ തന്നെയാണ്. കാരണം നമ്മൾ സ്ക്രീനിങ് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ നമ്മളൊരു തടിപ്പ് നമുക്ക് കാണാൻ പറ്റുന്നതിന് മുൻപേ തിരിച്ചറിയാണ്. അതായത് നമ്മളിപ്പോൾ കാണുന്ന ഒരു സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1 സെന്റിമീറ്ററിനൊക്കെ മേലെ ആയി കഴിയുമ്പോഴേ നമുക്കത് തൊട്ട് നോക്കിയാൽ കിട്ടുന്നുള്ളൂ. അപ്പം അതുവരെയുള്ള മുഴകൾ, അതിന് താഴെയുള്ള മുഴകൾ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റിയാൽ അത് നമുക്ക് ആദ്യം തന്നെ ഇപ്പം ഈ സ്ക്രീനിങ്ങിലുള്ള വേറൊരു പ്രശ്നം ഇതാണ്, ഫോൾസ് പോസിറ്റീവ് റിസൾട്ടുകൾ. അതായത് നമ്മൾ എല്ലാ ആൾക്കാരും, അതായത് ക്യാൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ അവിടുത്തെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അല്ലാതെ എന്ത് അസുഖമാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതല്ല.
തടിപ്പുണ്ടോ ഇല്ലേ, അതാണ് നമ്മൾ ഈ സ്ക്രീനിങ് ക്യാമ്പുകൾ വെക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ തടിപ്പ് കാണുന്ന എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യാണ്, ഫർദർ ടെസ്റ്റുകൾക്ക് വിധേയമാക്കുകയാണ്. അപ്പോൾ ഈ സ്ക്രീനിങ്ങിന് വന്നത് കൊണ്ട് എന്താണ് ക്യാൻസർ ആണ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. സ്ക്രീനിങ്ങിൽ സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ, തടിപ്പുണ്ടോ ഇല്ലേ, ഇല്ല എങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഇനി സ്ക്രീൻ ചെയ്താൽ മതി. നെക്സ്റ്റ് ഡൗട്ട് ഇസ് അറൈസ്, അതായത് തടിപ്പുണ്ട് എന്ന് കണ്ടെത്തി എന്ന് വിചാരിക്കുക നമുക്ക്. ഓക്കെ, വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? അടുത്തത് നമ്മൾ ഒരു ഡോക്ടറെ, ഫോർമലായിട്ടൊരു ഡോക്ടറെ ചെന്ന് കാണുക എന്നുള്ളതാണ്. യൂഷ്വലി നമ്മൾ ബ്രസ്റ്റ്, നമ്മുടെ ഇപ്പോൾ പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് ക്ലിനിക്കുകൾ അല്ലെങ്കിൽ ബ്രസ്റ്റ് സ്പെഷ്യലിസ്റ്റ് അങ്ങനെയായിട്ടൊരു ക്ലിനിക്കുകളും ഇതൊക്കെ ഉണ്ട്. നമ്മുടെ ആസ്റ്ററിൽ ഇപ്പോൾ ബ്രസ്റ്റ് ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ ആശുപത്രിയിലും ഉണ്ടാവും. യൂഷ്വലി ഒരു പാനൽ ഓഫ് ഡോക്ടേഴ്സ് ആണ് അത് നോക്കുന്നുണ്ടാവുക. അപ്പോൾ അത് നമ്മളിപ്പോൾ പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ബ്രസ്റ്റ് ക്ലിനിക്കിലാണ് യൂഷ്വലി ഫസ്റ്റ് എൻകൗണ്ടർ വരിക. അപ്പോൾ ബ്രസ്റ്റ് ക്ലിനിക്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു ഡോക്ടറെ കാണുന്നു, അവർ നമ്മളെ പരിശോധിക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സ്ക്രീനിങ് റിസൾട്ടിൽ തടിപ്പുണ്ടെന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പരിശോധിച്ച് കഴിയുമ്പോൾ ഡോക്ടർക്കും ഒരു നിഗമനം ഉണ്ടാവും, ഇതാവാം, ഇത്ര ശതമാനം ഇതാവാം, ഇത്ര ശതമാനം ക്യാൻസർ പോലെ വരാം. അപ്പോൾ ഡോക്ടറുടെ ഒരു നിഗമനമുണ്ട്. എന്നിട്ടാണ് ഫർദർ ടെസ്റ്റുകൾ നമ്മൾ പറയുക. ചിലർക്ക് നമ്മളിപ്പോൾ ചെറിയ തടിപ്പുകളൊക്കെ ആണെങ്കിൽ കുത്തിപ്പരിശോധനയെ പറയുള്ളൂ. ചെറിയ നമ്മൾ എന്താ പറയുക, നമ്മൾ തരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ നീഡിൽ വെച്ചിട്ടൊരു ചെറിയ കുത്തിപ്പരിശോധന. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് നോക്കാം, ഉറപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അൾട്രാസൗണ്ട് പറയും, അല്ലെങ്കിൽ ഒരു ഫർദർ എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പോൾ മാമോഗ്രാമൊക്കെ സ്ക്രീനിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളതനുസരിച്ച് ഇരിക്കും. സ്ക്രീനിങ് നമ്മളൊരു അൾട്രാസൗണ്ട് ആണ് എടുത്തത് എന്നുണ്ടെങ്കിൽ ഫർദർ നമുക്ക് ചിലപ്പോൾ ഒരു മാമോഗ്രാം എടുക്കേണ്ടി വന്നേക്കാം, അതല്ലെങ്കിൽ ഈ കുത്തിപ്പരിശോധന ചെയ്യേണ്ടി വന്നേക്കാം. ഇനി അതല്ല കുറച്ചുകൂടി സംശയമുള്ള കേസുകളാണ്, നമുക്ക് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു ട്രൂ കട്ട് കോർ ബയോപ്സി എന്ന് പറയും അതിനെ. അപ്പം അങ്ങനത്തെ അത് ദശയെടുത്ത് പരിശോധനയ്ക്ക് കൊടുക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. അപ്പൊ അതിന് പറയും. അപ്പൊ ഇത്രയും കഴിഞ്ഞതിന്റെ റിസൾട്ട് വന്നെങ്കിലേ നമുക്കിത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് തന്നെ പറയാനാവുന്നുള്ളൂ. ഇപ്പൊ നമുക്കൊരു ബെസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് കിട്ടുന്നത് ഏതായിരിക്കും? നമ്മൾ ഈ പറഞ്ഞ ബയോപ്സിയിലായിരിക്കുമോ? അല്ല, അത് ഓരോ മുഴയ്ക്കും ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സാധാരണ ഇപ്പോൾ ഒരു കേസ് എടുക്കാൻ ഒരു 20-25 വയസ്സ്, അവർക്കൊരു ചെറിയ തടിപ്പുണ്ട്, ഒരു 1 സെന്റിമീറ്ററേ ഉള്ളൂ, അൾട്രാസൗണ്ട് നമ്മൾ എടുത്തു, അതിനകത്ത് നമുക്ക് പറഞ്ഞിട്ടുള്ളതനുസരിച്ച് അധികം പ്രശ്നമില്ലാത്തൊരു തടിപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പം അത്രയും ആ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മൾ ഫർദർ ഒരു ബയോപ്സി എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് അത്ര സംശയം ഉണ്ടെങ്കിലേ നമ്മൾ ബയോപ്സിക്ക് പോകണ്ടു. അതല്ലെങ്കിൽ നമുക്കൊരു കുത്തിപ്പരിശോധനയിൽ നിന്ന് അതിൻ്റെ ഒരു ഡയഗ്നോസിസിലേക്ക് എത്താം. അപ്പം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ആ കൺസേൺസ് അഡ്രസ് ചെയ്യേണ്ടത്, എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം. അപ്പം മുഴ മാത്രം എടുക്കാൻ പറ്റുമോ, എടുക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടോ, അതോ ഈ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് മാത്രമാണോ? മറ്റു ട്രീറ്റ്മെന്റിലേക്കൊന്നും പോകേണ്ട ആവശ്യമുണ്ടാവും? യൂഷ്വലി വരാറില്ല. നമ്മളിപ്പോൾ ഹോർമോൺ റിലേറ്റഡ് ആയിട്ട് വരുന്നത് ഒന്ന് ഫൈബ്രോ അഡിനോസിസ്, ഫൈബ്രോ അഡിനോമ, പിന്നെ അതുപോലെ ഒരു മസ്റ്റാൾജിയ, അതായത് ബ്രസ്റ്റിൽ വേദന. അപ്പൊ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് ഹോർമോൺ റിലേറ്റഡ് ആയിട്ട് കൂടുതൽ നമ്മൾ കാണുന്നത്. ബ്രസ്റ്റിന് ചിലപ്പോൾ ചില അസ്വാഭാവിക ഡിസ്ചാർജ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാ ലീഡ് ചെയ്യുന്നത്? അത് ഇതിൽ രണ്ടിലും പെടും. കാരണം നമ്മള് അത് നമുക്ക് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഇച്ചിരി പ്രായമായിട്ടുള്ള ആൾക്കാരിൽ ബ്ലഡ് പോലുള്ളൊരു ഡിസ്ചാർജ് ആണ് വരുന്നതെങ്കിൽ, മുലക്കണ്ണിൽ നിന്ന് ബ്ലഡ് വരുന്നു, അത് പറയുമ്പോൾ നമ്മൾ കൺസേൺഡ് ആണ്. ഇപ്പൊ ഞാൻ പറയുമ്പോൾ തന്നെ മാഷ് കൺസേൺഡ് ആയി, അതേപോലെ തന്നെ നമ്മളും കൺസേൺഡ് ആയിരിക്കും. അതിന് ഫർദർ ടെസ്റ്റുകൾ വേണം എന്ന് പറയും. നമ്മുടെ പ്രേക്ഷകർക്ക് സ്വാഭാവികമായിട്ടും വരുന്ന സംശയങ്ങളും ആശങ്കയും പേടിയൊക്കെ തുടങ്ങും. കാരണം ഇതാണെങ്കിൽ പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒന്ന്, അതായത് നമുക്ക് ഏതൊരു സിംറ്റംസ് കാണുമ്പോൾ ഫസ്റ്റ് ആളുകൾക്ക് ധരിക്കൽ അത് ക്യാൻസർ ആണോ എന്നുള്ളതാണ്. അത് ബ്രസ്റ്റ് ക്യാൻസർ എന്നല്ല, പൊതുവെ ശരീരത്തിലുള്ള മുഴ കണ്ടാലും ക്യാൻസർ ആണ് തീർച്ചപ്പെടുത്തി. അതിന് വേറെ ഫർദർ ടെസ്റ്റ് ഒന്നും വേണ്ട, സ്വമേധയാ അവര് അടിവരായിട്ട് തീരുമാനിച്ചു എനിക്കിതാണ്. അതിനുശേഷമാണ് ചിലപ്പോൾ ഒരു ഓങ്കോളജിസ്റ്റ് ചില കേസസ് ഉണ്ടാകാറുണ്ട്. നമ്മൾ നേരിട്ട് അവരെന്നെ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് ഞാനിതാ രോഗി ഇത് എത്തിക്കഴിഞ്ഞു, ഡോക്ടർ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരും ഉണ്ട്. അതും എന്താ പറയാ, ആ നമ്പറും കുറവല്ല.
അങ്ങനെ കേസസ് ഉണ്ടാവുന്നില്ലേ ചില ഇവിടെ ഇപ്പൊ എനിക്ക് അത്രയൊരു എൻകൗണ്ടർ വന്നിട്ടില്ല, പക്ഷെ എന്നാലും ഉണ്ട്, അങ്ങനെയുള്ള പേഷ്യൻസും ഉണ്ട്. ക്യാൻസർ ആണ്, നിങ്ങൾ ഫർദർ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാർ. ഡോക്ടറെ സേവനം വളരെ കുറച്ച് ആവശ്യമുള്ളൂ, ബാക്കിയൊക്കെ ഞങ്ങൾ എല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ മാം, നമ്മൾ ആ പോയിന്റിലേക്ക് വന്നു. ഡിസ്ചാർജ് വരികയാണെങ്കിൽ ഈ പറയുന്ന പോലെ ബ്ലഡ് അങ്ങനെ ഡിസ്ചാർജ് ബ്ലഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസേൺഡ് ആയിരിക്കും, കുറച്ച് കൺസേൺഡ് ആയിരിക്കും. നമ്മളെപ്പോഴും ഫർദർ ടെസ്റ്റുകൾ ചെയ്യണം, അത് നമുക്ക് പരിശോധനയ്ക്ക് അയക്കണം എന്നുള്ള രീതിയിലാണ്. നെക്സ്റ്റ് നമ്മൾ ഈ പറഞ്ഞ മാമോഗ്രാം തന്നെയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക. അത് ഏജും കൂടെ അനുസരിച്ചിട്ടാണ് പറയുക. ഈ പറഞ്ഞ പോലെ ഒരു 40 എബവ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മാമോഗ്രാം എടുത്തോളാൻ തന്നെയാണ് പറയുക. കാരണം അതിൽ നിന്ന് നമുക്ക് ഒരു കംപ്ലീറ്റ് ഒരു പിക്ചർ കിട്ടും എന്താണ് എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അവിടെ ഒഫൻഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെ ബയോപ്സിക്ക് എടുക്കുക. അതായത് ആദ്യം പരിശോധനയാണ്. അതിനകത്ത് തടിപ്പ് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തടിപ്പിന്റെ വഴിക്ക് പോകും. അല്ലെങ്കിൽ തടിപ്പ് ഇല്ലാത്തപ്പോഴാണ് ബാക്കി കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ തടിപ്പില്ല, പക്ഷെ അൾട്രാസൗണ്ട് എടുത്തപ്പോൾ നമുക്ക് അവിടെ ചെറിയ പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ബയോപ്സി എടുക്കണം. എങ്ങനെ എടുക്കും? തൊട്ടു നോക്കിയാലൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ട് നമുക്ക് ബയോപ്സി എടുക്കാം. അൾട്രാസൗണ്ട് വെച്ച് നോക്കുമ്പോഴാണല്ലോ കാണുന്നത്. അപ്പോൾ അൾട്രാസൗണ്ട് വെച്ച് നോക്കിക്കൊണ്ട് തന്നെ അതിന് കുത്തിയെടുക്കാം. വളരെ മോഡേൺ ടെക്നോളജി അല്ല, മോഡേൺ ആയിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ, അതിന് പ്രൊസീജിയർ ഉണ്ടല്ലേ കണ്ടെത്താനുള്ള. ഇപ്പൊ നമ്മൾ ഈ അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ട് തന്നെ നമ്മൾ അതൊരു വയർ പോലെ, ഒരു സ്റ്റീൽ വയർ പോലത്തെ സാധനം അതിലേക്ക് കുത്തി വെക്കുന്നു പുറമേന്ന്. ആ വയറിനെ നമ്മൾ ഫോളോ ചെയ്തു പോയി ഈ പ്രശ്നമുള്ള സാധനം മാത്രം എടുത്ത് പരിശോധനയ്ക്ക് അതെ, അത്രയും നല്ല ടെക്നോളജീസ്, അത്രയും പ്രിസിഷനോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് പേടിച്ചിരിക്കുക എന്നുള്ളതല്ല ഇതിലെ കാര്യം. ഇപ്പൊ പറഞ്ഞ പോലെ നമ്മളിപ്പോ സമയം ഈ പറയുന്ന മോഡേൺ ടെക്നോളജി, മോഡേൺ മെഡിസിനും മോഡേൺ പ്രൊസീജിയറും ഒക്കെ ഉണ്ട്. വളരെ പ്രിസൈസ് ആയിട്ടല്ലേ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു സ്റ്റേജ് 1 ഇത് ഡിറ്റക്ട്, പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യാൻ പൂർണ്ണമായിട്ട് നമുക്കത് ട്രീറ്റ്മെന്റ് കുറച്ചുകൂടെ നമുക്ക് എളുപ്പമാണെന്ന് വെച്ചാല് നമുക്കും രോഗിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് ഇത് ഡിസ്കസ് ചെയ്യാനും ഇതിന്റെ ട്രീറ്റ്മെന്റുകൾ പറയുമ്പോഴും ഇതിന്റെ പ്രോഗ്നോസിസ് പറയും. അതായത് ഇതൊരു 5 വർഷത്തിന് ശേഷം എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഒരു 10 വർഷത്തിന് ശേഷം എന്ത് സംഭവിക്കും, എങ്ങനെയായിരിക്കും ഡോക്ടർ എനിക്ക് ജീവിക്കാൻ പറ്റും സാധാരണ പോലെ എന്നുള്ളതാണ് എല്ലാവരുടെയും കൺസേൺ. അപ്പൊ അത് പറയുമ്പോഴും നമുക്കൊരു ആശ്വാസമാണ്. ഒരു സ്റ്റേജ് 1 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആശ്വാസമാണ്. നമുക്ക് നോക്കാം, നമുക്കിത് ശരിയാക്കാം, ബ്രസ്റ്റ് ബാക്കി വെച്ചുകൊണ്ടുതന്നെ നമുക്ക് സർജറി ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. തീർച്ചയായിട്ടും ഡോക്ടർ, ഞാൻ ഡയറക്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ ഇല്ലേ, കാരണം എന്താ ചിലപ്പോൾ ഇത് നമുക്ക് പ്രേക്ഷകർക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇപ്പൊ ബ്രസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യുന്ന ഒരു സ്റ്റേജ് വരുന്നില്ല, 2 ബ്രസ്റ്റ് ഒക്കെ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഇത് ഡിറ്റക്ട് ചെയ്യാനുള്ള ലേറ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യുന്നത് കൊണ്ടാണോ, അതല്ല ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ കോംപ്ലക്സ് സ്റ്റേജ് ആഫ്റ്റർ 3 ആയിരിക്കും മാം? അതെങ്ങനെയാണ് ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ട സ്റ്റേജ് സിറ്റുവേഷൻ എങ്ങനെയാണ്? നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ട്രീറ്റ്മെന്റ് ലൈൻ അനുസരിച്ച് നമ്മൾ മാക്സിമം ബ്രസ്റ്റ് പ്രിസർവ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന സർജറീസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുക. അപ്പോൾ ഈ സ്റ്റേജ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ ട്യൂമറിന്റെ വലിപ്പം, കക്ഷത്തിലെ കഴലുകളിലേക്ക് പോയിട്ടുണ്ടോ ഇല്ലയോ, മറ്റു ഭാഗങ്ങളിലേക്ക് ക്യാൻസർ സ്പ്രെഡ് ആയിട്ടുണ്ടോ ഇല്ലയോ, ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റേജ് നിർണ്ണയിക്കുന്നത്. അപ്പൊ ആ സ്റ്റേജിങ് എന്ന് പറയുന്നത് തന്നെ ഒരു മൾട്ടി സ്റ്റേജ്ഡ് പ്രോസസ്സാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റേജ് കണ്ടുപിടിക്കുമ്പോൾ ഈ സ്റ്റേജ് 1, സ്റ്റേജ് 2 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ ഇതിനെ ഡിറ്റക്ട് ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ കുറച്ച് സ്റ്റേജ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഒന്ന് ചിലപ്പോൾ മുഴയുടെ വലിപ്പം കൊണ്ടായിരിക്കാം, അതല്ലെന്ന് വെച്ചാൽ നമുക്ക് ക്യാൻസർ മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തത് കൊണ്ടായിരിക്കാം, അതും അല്ലെങ്കിൽ കക്ഷത്തിലെ കഴലുകളിലേക്ക് മാറി എന്നുള്ളത് കൊണ്ടായിരിക്കാം, മറ്റു കഴലുകളിലേക്കൊക്കെ സ്പ്രെഡായി എന്നുള്ളത് കൊണ്ടായിരിക്കാം. അപ്പം ഇങ്ങനെ വരുമ്പോൾ വീണ്ടും ഇതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. നമ്മളിപ്പോൾ ഒരേ സ്റ്റേജിൽ തന്നെ സൈസിലും വ്യത്യാസം വരാം, കഴലയിലും വ്യത്യാസം വരാം. നമ്മൾ കഴലയിലേക്ക് സ്പ്രെഡായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആ കഴലയും കൂടെ എടുത്ത് കളയണം, അങ്ങനത്തെ കാര്യങ്ങൾ വരും. പക്ഷെ നമ്മളിപ്പോൾ ഒരു ചെറിയ കണ്ടുപിടിച്ച മുഴയ്ക്ക് ഇച്ചിരി വലുപ്പം കൂടുതലുണ്ട്, അത് മാത്രമാണ് നമ്മുടെ കൺസേൺ എന്നുണ്ടെങ്കിൽ ആ മുഴയുടെ വലുപ്പം കുറയ്ക്കാനായിട്ട് നമുക്ക് കീമോതെറാപ്പി മരുന്നുകളുണ്ട്. ഇതേപോലെ ഈ കഴലകളിലേക്ക് സ്പ്രെഡായി, അപ്പോൾ ആ കഴലകളിലേക്ക് സ്പ്രെഡായതും നമ്മുടെ തടിപ്പിൻ്റെ വലുപ്പവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതിയും, അപ്പം അതിനനുസരിച്ച് കൊടുക്കാവുന്ന മരുന്നുകളുണ്ട്. അപ്പം അത് കൊടുത്തതിന് ശേഷം ഇത് ചെറുതാവുന്നുണ്ടെങ്കിൽ നമുക്ക് എന്നിട്ട് സർജറി ചെയ്താലും മതി. അപ്പോഴും നമുക്ക് എന്താണ് ബ്രസ്റ്റ് പ്രിസർവ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുകയാണ്.
പിന്നെ ഒത്തിരി സ്ഥലത്തേക്ക് സ്പ്രെഡായി നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കഴിഞ്ഞാൽ എന്നാൽ മാത്രമാണ് നമ്മളിപ്പോൾ ചെറിയൊരു പഴുപ്പ് പോലെ വന്നു, ഒരു അൾസർ പോലെ വന്നു, തടിപ്പ് അവിടെ ഇരുന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ അതൊരു പഴുപ്പായി അല്ലെങ്കിൽ അൾസർ പോലെ തൊലി പോയി അവിടത്തെ. അപ്പൊ പിന്നെ നമുക്ക് അത് എടുക്കുക എന്നുള്ളത് വേറെ വഴിയില്ല. അങ്ങനെ ഒരു സ്റ്റേജിലാണ് നമ്മൾ ബ്രസ്റ്റ് മുഴുവനായിട്ടും റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ച് അങ്ങനെയാണ് ആലോചിക്കുക. പിന്നെ ചില ആൾക്കാരുണ്ട് എങ്ങനെ ബ്രസ്റ്റിലാണ് അസുഖം, ഈ ബ്രസ്റ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് മാറിയല്ലോ എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാർ. പക്ഷെ അത് നമ്മൾ അത്ര എന്റർടൈൻ ചെയ്യുന്നില്ല. കാരണം ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് നമ്മൾ ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു അസുഖം എന്നുള്ളതിനേക്കാളും മൊത്തം ശരീരത്തിൽ പടരുന്ന ഒരു ഷുഗർ പോലെയുള്ള അസുഖമായിട്ട് കണ്ടിട്ടാണ് ഇപ്പൊ നമ്മളൊരു ഹോൾസം ട്രീറ്റ്മെന്റ് എന്നാണ് അതിന് പറയാം. അതായത് ഒരു ബ്രസ്റ്റിന് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് അല്ല, രോഗിക്ക് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ്. അങ്ങനെയാണ് ബ്രസ്റ്റ് എടുത്ത് വേണമെങ്കിൽ അത് മറ്റു ശരീരത്തിന് മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ, ക്യാൻസർ ബോഡിയിൽ ഏത് ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യാൻ ഭാഗത്തേക്കും പോവാം. നമ്മളെ ഡയഗ്നോസിസ് കഴിഞ്ഞു, നെക്സ്റ്റ് സ്റ്റെപ്പ് സ്വാഭാവിക ട്രീറ്റ്മെന്റ് ആണ്. ട്രീറ്റ്മെന്റിലേക്ക് പോവുകയാണെങ്കിൽ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിൽ ആദ്യം ഞാൻ പറയാൻ വരുന്നത്, നമ്മൾ ട്രീറ്റ്മെൻറ്റും ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റ് ഡയഗ്നോസിസിന് വേണ്ടി ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ അത് ഒരു ഫർദർ ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ടാത്ത അവസ്ഥയിലേക്ക് പോകുന്ന കാര്യങ്ങളുമുണ്ട്. അതിന് നമ്മൾ ചെറിയൊരു തടിപ്പ് കണ്ടു, ഈ പറഞ്ഞ പോലെ നമുക്കിത് തൊട്ടാൽ കിട്ടുന്നില്ലായിരുന്നു, നമ്മൾ വയർ ഗൈഡഡ് ബയോപ്സിയാണ് പറഞ്ഞത്, നമ്മൾ ബയോപ്സി എടുത്തു. പക്ഷേ ബയോപ്സി എടുത്ത് വന്നപ്പോൾ അത് ഉള്ളിൽ ക്യാൻസർ തന്നെയായിരുന്നു, പക്ഷെ നമ്മുടെ മാർജിൻസ് എല്ലാം നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയുടെ ഒരു ഭാഗം അവിടെ കഴിഞ്ഞു. പിന്നെ നമുക്കിനി കഴലകളിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടോ, അതിന്ന് നമ്മൾ സാമ്പിൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഫർദർ ട്രീറ്റ്മെന്റ് എന്താണെന്ന് പോകണ്ട. അതായത് നമ്മളൊരു വലിയ സർജറി എന്നുള്ള പേടിച്ചിട്ടുള്ള സാധനം നമ്മൾ ഡയഗ്നോസിസിലേക്ക് കഴിഞ്ഞു. അങ്ങനെ വരുന്ന ചില കേസുകളുണ്ട്. അത് നമ്മൾ യൂഷ്വലി ഇങ്ങനെയാണ്, തൊട്ടാൽ കിട്ടാത്ത തടിപ്പുകൾക്കാണ് അങ്ങനത്തെ ഒരു സാധ്യതയൊക്കെ കാണുന്നത്. ഇനിയിപ്പോൾ തൊട്ടാൽ കിട്ടുന്ന തടിപ്പുകൾ തന്നെയാണെങ്കിൽ, ചെറിയ തടിപ്പുകളാണെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് പ്രിസർവ് ചെയ്തുകൊണ്ട് തന്നെ തടിപ്പ് മാത്രം ഒഴിവാക്കുന്നു. അതിനൊരു മാർജിൻസ് എടുത്തിട്ട്, നമ്മൾ യൂഷ്വലി മാർജിൻസ് നെഗറ്റീവ് ആണെന്ന് പറയും. അപ്പോൾ ബ്രസ്റ്റ് പ്രിസർവ് ചെയ്തുകൊണ്ടുള്ളൊരു സർജറി ചെയ്യുന്നു. കക്ഷത്തിലെ കഴലകൾ നമ്മളെടുത്ത് പരിശോധനയ്ക്ക് അയക്കും. അപ്പം അതും ഈ പറഞ്ഞ പോലെ അതിനകത്തും കുറേ ക്ലോസസ് വരുന്നുണ്ട്. കക്ഷത്തിലെ കഴലകൾ തൊട്ടാൽ കിട്ടുന്ന കഴലകളാണോ അല്ല കിട്ടാത്ത കഴലകളാണോ, അതോ ഇനി നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തു, നമ്മൾ CT ഒക്കെ ചെയ്തു, അന്നേരം കണ്ടെത്തിയ കഴലകളാണോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം എന്നിരുന്നാൽ പോലും അത് നമ്മൾ സെന്റിനൽ ലിംഫ് നോഡ് ബയോപ്സി എന്നൊക്കെ പറയും. കഴലകൾ ഇല്ലാത്ത ആൾക്കാർക്ക് ഈ ബ്രസ്റ്റിലുള്ള ഈ തടിപ്പ് ആദ്യം പോയിട്ട് ചേരുന്ന ഭാഗത്തുള്ള കഴലകൾ നമ്മൾ പരിശോധനയ്ക്ക് അയക്കും. അപ്പം അതിൽ പോസിറ്റീവ് ആണോ അല്ലയോ എന്നുള്ളതനുസരിച്ചിട്ട് നമ്മൾ ബാക്കി കഴലുകൾ എടുക്കണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പം അങ്ങനത്തെ സംവിധാനങ്ങൾ അതൊക്കെ നമ്മൾ ഈ ബ്രസ്റ്റ് ക്യാൻസറിനാണ്, ഈ ബ്രസ്റ്റ് മെലനോമ അങ്ങനത്തെ ക്യാൻസറുകൾക്കാണ് നമ്മൾ ഈ സെന്റിനൽ ലിംഫ് നോഡ് ബയോപ്സി ഒക്കെ ഒത്തിരി യൂസ് ചെയ്യുന്നത്. കാരണം ഇതൊക്കെ നമ്മൾ സ്പ്രെഡ് ആവുന്നത് തടയാൻ വേണ്ടിയിട്ടാണ്. അതിന് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതും കൊണ്ട് കൂടിയായിട്ട്. നമ്മൾ ട്രീറ്റ്മെന്റ് പറയുന്നത് മുൻകാലങ്ങളൊക്കെ നമ്മൾ സാധാരണ കൂടുതൽ കേൾക്കുന്ന ഒരു വകയ റേഡിയേഷൻ, കീമോതെറാപ്പി, ഇതൊക്കെ കാരണം എല്ലാവർക്കും വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കീമോ റേഡിയേഷൻ. ഈ റേഡിയേഷനിലേക്കും അല്ലെങ്കിൽ കീമോയിലേക്കും പോകുന്ന ആ സ്റ്റേജസ് എങ്ങനെയായിരിക്കും അത്? യൂഷ്വലി നമ്മൾ ഈ ബ്രസ്റ്റ് ബാക്കി വെച്ചുകൊണ്ടുള്ള സർജറി ചെയ്യുമ്പോൾ റേഡിയേഷൻ നമുക്ക് എന്തായാലും എടുക്കണം. കാരണം നമ്മൾ ബ്രസ്റ്റ് ഒരു ബ്രസ്റ്റിന്റെ ഒരു ഭാഗമാണ് നമ്മൾ എടുത്തു മാറ്റിയത്. അപ്പൊ ആ ബ്രസ്റ്റിന്റെ ബാക്കി ഭാഗം അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഭാഗത്ത് ഇനി ഒരു ക്യാൻസർ വരുന്നില്ല എന്ന് ഉറപ്പിക്കേണ്ടത് നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് ബ്രസ്റ്റ് കൺസർവ് ചെയ്തിട്ടുള്ള സർജറികളിലെല്ലാം നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി എന്തായാലും റേഡിയേഷൻ എടുക്കണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇതൊരു വളരെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റിലേക്ക് ഇതൊക്കെ നമുക്കിപ്പോൾ ഇപ്പോൾ റേഡിയേഷൻ ആയാലും കീമോ ഒക്കെ പറയുന്ന സമയത്ത് അതിൻ്റെ ഡോസ് എത്ര പ്രാവശ്യം ചെയ്യണമെന്നില്ല. ചില പേഷ്യൻ്റ് ഒക്കെ പറയാനുണ്ട് ഞങ്ങൾക്ക് അതായത് നമ്പർ ഓഫ് കീമോ കൂടുതൽ പറയാൻ മൾട്ടിപ്പിൾ ആയിട്ടൊക്കെ പറയാറുണ്ട്. അങ്ങനെ അത് ഡിപ്പെൻസ് അപ്പോൾ അതിന്റെ സ്റ്റേജാണ്. സ്റ്റേജിനേക്കാൾ കൂടുതൽ ഈ നമ്മൾ ക്യാൻസർ ഇത് ഈ ബയോപ്സി എന്ന് പറഞ്ഞല്ലോ ഞാൻ. അപ്പൊ ആ ബയോപ്സിയിൽ തന്നെ നമ്മൾ ഒരു പടി മുന്നോട്ട് പോകും. നമ്മൾ വെറുതെ ചെയ്യുന്ന ബയോപ്സിയിൽ നോക്കിയിട്ട് ഇത് ക്യാൻസർ ആണ് എന്ന് പറയുകയല്ല ബ്രസ്റ്റ് ക്യാൻസറിന്റെ കാര്യത്തിൽ ചെയ്യുന്നത്. അതിനകത്ത് IHC എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ബ്രസ്റ്റ് ക്യാൻസറിന് ചികിത്സ എടുത്തിട്ടുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും അത് കഴിഞ്ഞ് ഒരു ടെസ്റ്റും കൂടെ ചെയ്തല്ലോ എന്ന്. അപ്പം IHC ഇമ്മ്യൂണോ ഹിസ്റ്റോ കെമിസ്ട്രി എന്ന് പറയും നമ്മളതിന്. അപ്പം അതിനകത്ത് നമ്മൾ നോക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ ഹോർമോൺസിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ട്യൂമർ ആണോ അല്ലേ.
അതുകൂടാതെ വേറൊരു റിസപ്റ്ററും കൂടെ നോക്കും. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു റേറ്റ് ഓഫ്, അതായത് നമ്മൾ എത്ര പെട്ടെന്ന് വളരുന്ന ക്യാൻസർ ആണ് അല്ലെങ്കിൽ എത്ര ഗൗരവമുള്ള ക്യാൻസർ ആണെന്ന് അറിയാനായിട്ട് വേറൊരു ഫാക്ടറും കൂടെ നോക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കൃത്യമായിട്ട് നോക്കി വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. ഇത് കൂടാതെ ഒത്തിരി കാര്യങ്ങളുണ്ട് പുറത്തൊക്കെ ചെയ്യുന്ന, എന്താ പറയുക, ജീനോമിക് എക്സ്പേർട്ട് പോലത്തെ കാര്യങ്ങളിൽ മാമോ പ്രിന്റ്, എൻഡോ പ്രിന്റ്, അങ്ങനെ പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം അതിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. നമ്മൾ ബേസിക്കലി ഈസ്ട്രജൻ റിസപ്റ്റർ, പ്രൊജസ്ട്രോൺ റിസപ്റ്റർ, HER2 ന്യൂ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അതുപോലെ Ki-67 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. ഇതെല്ലാം ഇത് ഒരു ബണ്ടിലാണ്. അപ്പം ഇത് നമ്മൾ ചെയ്യും. ഇത് നോക്കിയിട്ടാണ് നമ്മൾ കീമോ എങ്ങനെ കൊടുക്കണം, ഏത് കൊടുക്കണം, എത്ര നാള് കൊടുക്കണം. പിന്നെ ഇതേപോലെ കീമോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ അങ്ങ് കൊടുത്തോണ്ടിരിക്കുകയല്ല. നമ്മൾ ഓരോ സൈക്കിൾ കഴിഞ്ഞ് വരുമ്പോഴും പേഷ്യന്റിനെ കൃത്യമായി നോക്കി ട്യൂമറിന്റെ വലുപ്പം കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ. അപ്പോൾ യൂഷ്വലി നമ്മൾ കീമോക്ക് ഓപ്പറേഷന് ശേഷം കീമോ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്, ഓപ്പറേഷന് മുമ്പേ വലുപ്പം കൂടുതലുള്ളത് കൊണ്ട് കീമോ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ കീമോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലുപ്പം കൂടുതലുള്ളവരുടെ വലുപ്പം കുറയുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണ്ടേ. ഇത് കൊടുത്തോണ്ടിരുന്ന ഒരു 8 കീമോ കഴിഞ്ഞു വലുപ്പമൊക്കെ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കീമോ അവിടെ റെസ്പോണ്ട് ചെയ്തില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ യൂഷ്വലി എല്ലായ്പ്പോഴും കീമോ എത്ര സൈക്കിൾ കൊടുത്താലും നമ്മൾ ഓരോ സൈക്കിളിന് ശേഷവും കൃത്യമായ രീതിയിൽ അസസ് ചെയ്തിട്ടാണ് മുന്നോട്ടുള്ള പടി ചിന്തിക്കുക, തീരുമാനിക്കുക. അങ്ങനെ ഡോക്ടറെ, ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പ്രാവശ്യം നമ്മൾ ക്യാൻസർ വന്നത് ക്യൂറബിൾ ആയി എന്ന് ഡോക്ടർ പറയുന്നു. പക്ഷെ ചിലപ്പോൾ അത് വീണ്ടും ഇപ്പോൾ ഒരു ബ്രസ്റ്റിന് വന്നു, നേരത്തെ ഡോക്ടർ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ബ്രസ്റ്റ് എടുത്ത് ഒരു ബ്രസ്റ്റ് വന്നു, പിന്നീട് അത് നെക്സ്റ്റ്, അതായത് മറ്റൊരു ബ്രസ്റ്റിന് കാണുന്നു. ഇങ്ങനെയുള്ളൊരു സാധ്യത അത് എന്തുകൊണ്ടായിരിക്കും വരുന്നത്? അത് സാധ്യതയുണ്ടോയെന്ന് വെച്ചാൽ വളരെ അധികം ഉണ്ട്. കാരണം ഞാൻ ഇപ്പോൾ പഠിച്ച് ഇത്ര നാളിനിടയ്ക്ക് നമുക്കൊരു ബ്രസ്റ്റിൽ ക്യാൻസർ വന്നു, അതെടുത്തു. പിന്നീട് ഒരു 19 വർഷത്തിന് ശേഷം നമ്മൾ മാക്സിമം ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഫോളോ അപ്പ് ആയിട്ട് 10 വർഷമൊക്കെയാണ് നമ്മൾ ആ ഹോർമോൺ ടാബ്ലറ്റിലേക്ക് മാറിക്കഴിഞ്ഞിട്ട് ഒരു 10 വർഷമൊക്കെയാണ് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ കുഴപ്പമില്ല, ഫോളോ അപ്പ് ഇനി നോക്കാമെന്നാണ് പറയാം. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് 19 വർഷത്തിന് ശേഷം മറ്റേ ബ്രസ്റ്റിൽ മുഴയായിട്ട് വരികയാണ്. ഇതേപോലെ തന്നെ ഒരു സ്ത്രീ 3 വർഷം മുമ്പ് ഒരു ബ്രസ്റ്റിലെ മുഴ എടുത്തു. അവർക്ക് 3 വർഷം കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത ബ്രസ്റ്റിൽ മുഴ കണ്ടു. അപ്പൊ ഈ 2 കേസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരാൾക്ക് ഇപ്പൊ കണ്ടു, ഒരാൾക്ക് ഇത്ര നാൾ കഴിഞ്ഞ് കണ്ടു. അപ്പൊ എപ്പോഴായാലും നമുക്ക് ഇതൊക്കെ ഒരേ ക്യാൻസർ തന്നെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഈ 19 വർഷം മുന്നേ ചെയ്തതും ഇപ്പൊ ചെയ്തതും ഒരേ ക്യാൻസർ തന്നെയാണെന്ന് നമ്മളിങ്ങനെ ഉറപ്പിക്കും. അപ്പോൾ അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാരണ്ടി പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങനത്തെ കേസുകളുണ്ട്. പക്ഷെ ഇത് നമ്മളിപ്പോൾ ഡോക്ടർമാരായ കാരണം നമ്മളിതെല്ലാം കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഇതുണ്ട്, ഇങ്ങനെയുണ്ടെന്ന് പറയും. പക്ഷെ ഇതൊക്കെ റെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് മാം നമ്മളിപ്പം ഡിസ്കസ് ചെയ്തില്ല, അതായത് ഡോക്ടർ പറഞ്ഞതിൽ നിന്നും പ്രേക്ഷകർക്ക് പകർന്നു കൊടുത്തതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഏത് രോഗം നമുക്ക് ഏർലി ഡിറ്റക്ഷൻ, അതായത് നമ്മൾ സ്ക്രീനിങ്ങിലൂടെ അത് ക്യാൻസർ ആവണമെന്നില്ല, നമുക്ക് വളരെ നേരത്തെ ഡയഗ്നോസ് ചെയ്ത് രോഗത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എളുപ്പമാണ്, സേവ് ചെയ്യാനും വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയതുകൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ വളരെ ഏർലി ഡിറ്റക്ഷനിൽ ഒരുപാട് സാധ്യതകളുണ്ട്. പുതിയ നമ്മുടെ ടെക്നോളജി മോഡേൺ മെഡിസിനും, അതുകൊണ്ട് അത് മോഡേൺ ആയിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ സാധ്യത. ആ സാധ്യതകൾ സമൂഹം പ്രയോജനപ്പെടുത്തണം. ഓക്കെ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് എന്താണ് ഡോക്ടറെ? ഞാൻ പറയുകയാണെങ്കിൽ ബ്രസ്റ്റിൽ വരുന്ന എല്ലാ അസുഖങ്ങളെയും നമ്മൾ അങ്ങനെ പേടിയോടെ നോക്കിക്കാണേണ്ട ആവശ്യമില്ല. നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് എത്രയും നേരത്തെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കിട്ടേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മുടെ സൈഡിൽ നിന്നുള്ളൊരു ഡിലേ വന്നിട്ട് പിന്നെ ചെല്ലുമ്പോൾ അത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. നമ്മുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു ഫോൾട്ട് ഉണ്ടാവാതെ നോക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഹെൽത്തി ആയിട്ടിരിക്കുക. ഓക്കെ, ഇന്നത്തെ ഈ എപ്പിസോഡിൽ കാസർഗോഡ് പ്രേക്ഷകരോട് സംസാരിച്ചത് കണ്ണൂർ ആസ്റ്റർ മിംസിലെ ജനറൽ സർജൻ ഡോക്ടർ അയന എം ദേവാണ്. മാം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.